Hi, again I'm back. Are you ready? Yes, I'm here. Today we are going to learn about verb. അല്ലെ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ നൗൺ പ്രോണോൺ എന്ന് പറയുന്ന രണ്ട് നൗൺ പ്രോണോൺ അഡ്ജക്റ്റീവ് ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞു. സോ ഇന്ന് നമുക്ക് എന്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം? വെർബിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ കംപ്ലീറ്റ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? വെർബ് വേണം. വെർബ് ഇല്ലെങ്കിൽ ആ ലാംഗ്വേജ് തന്നെ എന്താണ്? ഇൻകംപ്ലീറ്റ് ആണ്. സോ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള വെർബിന്റെ കൂടെയാവാം ഇനി അങ്ങോട്ടുള്ള നമ്മുടെ യാത്ര. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. വെർബ്സ്. ഓക്കെ, എന്താണ് വെർബ്? വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ടെൽ മീ വാട്ട് യു മീൻ ബൈ വെർബ്? വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയയാണ്. ഓക്കെ, എന്താണ്? പ്രവൃത്തിയാണ്, ക്രിയയാണ് എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, നോക്കാം. നമുക്ക് ഇവിടെ കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടാവും റൺ, സ്വിം, ജംപ്, സ്റ്റഡി. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഒരു തരം എന്താണ്? ഇത് ഒരു ടൈപ്പ് ഓഫ് വെർബാണ്, ഒരു ആക്ഷൻ വെർബാണ് ഇത്. ഓക്കെ, okay, here verb is a word which describe an action, state and possession. എന്താണ്? ഒരു ആക്ഷൻ ആണ്, സ്റ്റേറ്റ് ആണ്, ഒരു പൊസിഷൻ ആണ്. വെർബ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്രിയയാണ്, ഒരു പ്രവൃത്തിയാണ്. ഓക്കെ, then uses of verb. വെർബിന്റെ യൂസിനെ ബേസ് ചെയ്തിട്ട് എന്താണ്? വെർബിന്റെ യൂസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വെർബിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ്? മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡൂയിങ് വെർബ്, ബീയിങ് വെർബ്, ഹാവിംഗ് വെർബ്. എന്താണ്? ഡൂയിങ് വെർബ്, ബീയിങ് വെർബ്, ഹാവിംഗ് വെർബ് മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. നോക്കാം ഇനി ഇത് ഓരോന്നും എന്താണ് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഡൂയിങ് വെർബ്. ഡൂയിങ് വെർബിന്റെ മറ്റൊരു പേരാണ് ആക്ഷൻ വെർബ്. ആക്ഷൻ വെർബ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്? ആക്ഷൻ ആണ് അല്ലെ. ഡൂയിങ് വെർബ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഒരു ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് അതിലുണ്ടാവും. എന്താണ്? നമ്മുടെ ഒരു ഫിസിക്കൽ ഇൻവോൾവ്മെന്റ്. ഓക്കെ, എക്സാമ്പിൾ സ്ലീപ്പിംഗ്, ഓക്കെ, ദെൻ ഈറ്റിംഗ്, ദെൻ റണ്ണിങ്, റൈറ്റിംഗ്. ഇതിലൊക്കെ എന്തുണ്ട്? നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് എന്തുണ്ട്? അതിലുണ്ട്. അതുകൊണ്ടാണ് അത് ഡൂയിങ് ആണ്, ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ആണ്. നോക്കാം, ആക്ഷൻ വെർബ് ഇൻക്ലൂഡ് അവർ ഫിസിക്കൽ ഇൻവോൾവ്മെന്റ്. എന്താണ്? നമ്മുടെ ഒരു ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് അതിലുണ്ടാവും. നോക്കി, ഇവിടെയൊക്കെ നമ്മുടെ ഒരു ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ. വാക്ക്, റൺ, ക്രൈ, റൈഡ്, റീഡ്, ലോഫ്, പ്ലേ, സ്റ്റാൻഡ്, ജംപ്, തിങ്ക്. ഇതിലൊക്കെ നമ്മുടെ എന്തുണ്ട്? നമ്മുടെ ഒരു ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് നിങ്ങൾക്ക് കാണാം. അപ്പൊ ആക്ഷൻ ആണ് അല്ലെ, ആക്ഷൻ ആണ്, ഡൂയിങ് ആണ്. അങ്ങനെയുള്ള വെർബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൂയിങ് വെർബ് അല്ലെങ്കിൽ ആക്ഷൻ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ദെൻ ബീയിങ് വെർബ്സ് ആൻഡ് എക്സിസ്റ്റൻസ് വെർബ്. സെക്കൻഡ് വെർബ് ആണ് ഏത്? ബീയിങ് വെർബ്. ഫസ്റ്റ് വെർബ് എന്തായിരുന്നു? ഡൂയിങ് വെർബ് ആയിരുന്നു. ഓക്കെ, അതിൽ എന്തുണ്ടായിരുന്നു? നമ്മുടെ ഒരു ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് അതിലുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന ഒരു ഫിസിക്കൽ ഇൻവോൾവ്മെന്റ്, നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് എന്തുണ്ടായിരുന്നു? അതിലുണ്ടായിരുന്നു. ബട്ട് ഇത് അങ്ങനെയല്ല. ഇത് സെക്കൻഡ് വൺ എന്താണ്? ബീയിങ് വെർബ്സ് ആണ്, ബീയിങ് ആണ്. ഓക്കെ, ബീയിങ് വെർബ്സ് ആൻഡ് എക്സിസ്റ്റൻസ് വെർബ്. ബീയിങ് വെർബ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് ഇല്ല, അതൊരു സ്റ്റേറ്റ് ആണ്, ഒരു അവസ്ഥയാകുന്നു എന്ന് പറയാനാണ് അത് യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, എക്സാമ്പിൾ ഏതാണെന്ന് നോക്കാം. ഈസ്, ആം, ആർ, വാസ്, വേർ, ബി. ഓക്കെ, ഈസ്, ആം, ആർ ഇത് നമ്മൾ എവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്രസന്റ് കണ്ടിന്യൂസിൽ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. പ്രസന്റ് കണ്ടിന്യൂസിൽ ഈസ്, ആം, ആർ അല്ലെ, ആകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഈസ്, ആം, ആർ യൂസ് ചെയ്തു. വാസ്, വേറോ പാസ്റ്റ് കണ്ടിന്യൂസിൽ ആകുന്നു എന്ന് പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്തു? വാസ്, വേർ യൂസ് ചെയ്തു. ഓക്കെ, ഈസ്, ആം, ആർ പ്രസന്റ് കണ്ടിന്യൂസിൽ ആകുന്നു എന്ന് പറയാനും, വാസ്, വേർ പാസ്റ്റ് കണ്ടിന്യൂസിൽ ആകുന്നു എന്ന് പറയാനും. സോ ആകുന്നു ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയെ കാണിക്കാനുള്ള ഒരു ആക്ഷൻ ആണ് ബീയിങ് വെർബ്സ് ചെയ്യുന്നത്. ഓക്കെ, ബീയിങ് വെർബ്സിന്റെ യൂസ് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റേറ്റ് ആൻഡ് സിറ്റുവേഷൻ. ഏത് സ്റ്റേറ്റ്? ഈ പറഞ്ഞ ആകുന്നു എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയെ കാണിക്കാനാണ് ഏത് യൂസ് ചെയ്യുന്നത്? ബീയിങ് വെർബ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then first one is doing verbs, അതിലൊരു ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്. then second one is being verbs. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. നമ്മൾ ടെൻസ് എടുത്ത പാട്ടിൽ വളരെ വിശദമായിട്ട് ഈസ്, ആം, ആർ, വാസ്, വേർ പറഞ്ഞിട്ടുണ്ട്. സോ
ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഒരു അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെർബാണ് ബീയിങ് വെർബ്സ്. ഓക്കെ, ദെൻ തേർഡ് വൺ ഹാവിങ് വെർബ് അല്ലെങ്കിൽ പൊസിഷൻ വെർബ്. എന്താണത്? നമ്മുടേതെന്ന് പറയാൻ, നമ്മുടെ ഉടമസ്ഥതയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കുണ്ട് അല്ലെ, അവർക്കുണ്ട്. ഓക്കെ, നമ്മുടേത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ ഹാവിങ് വെർബ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്കാം ഏതൊക്കെയാന്ന് നോക്കാം. ഹാസ്, ഹാവ്, ഹാഡ്, ഹാവിങ്. ഓക്കെ, ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ എന്താണ്? ഉണ്ട് അല്ലെ. പ്രസന്റിലും പാസ്റ്റിലും ഒക്കെ എന്താണ്? ഉണ്ട്. നമ്മുടേത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? ഹാവിങ് വെർബ്സ് യൂസ് ചെയ്തത്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. കാശി ഈസ് റീഡിങ് ഹിസ് ടെക്സ്റ്റ്. എന്താണ്? കാശി അവന്റെ ബുക്ക് എന്ത് ചെയ്യാണ്? റീഡ് ചെയ്യാണ് അല്ലെ. കാശി ഈസ് റീഡിങ് ഹിസ് ടെക്സ്റ്റ്. ഇവിടെ എന്താണ്? ഇവിടെ ഫസ്റ്റത്തെ ഡൂയിങ് വെർബ് ഏതായിരുന്നു? ഡൂയിങ് ആൻഡ് ആക്ഷൻ വെർബ്. ഏതാണ് ഇതിൽ ആക്ഷൻ? വ്യക്തിയുടെ ഇൻവോൾവ്മെന്റ് ഏതിൽ വരുന്നത്? ഇവിടെയാണ് വരുന്നത്. എന്തിലാണ്? റീഡിങ്ങിലാണ് വരുന്നത്. ഓക്കെ, അവിടെ റീഡിങ് ആണ് എന്ത്? റീഡിങ് ആണ് അതിലെ ഡൂയിങ് വെർബ്, ചെയ്യുന്ന പ്രവൃത്തി. ഓക്കെ, ദെൻ മനു ഈസ് എ ഡാൻസർ. മനു ആരാണ്? മനു ഒരു ഡാൻസർ ആണ്. ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഈസ് ആണ് എന്ത്? ബീയിങ് വെർബ്. എന്താണ്? ബീയിങ് വെർബ് ആണ്. ഓക്കെ, സ്റ്റേറ്റ് സിറ്റുവേഷൻസ് വെർബ് ആണ്. ഓക്കെ, ദെൻ ഷീ ഹാസ് എ പപ്പി. അവൾക്കൊരു പപ്പി ഉണ്ട്. ഹാസ് ഉണ്ട്, ഉണ്ട്. ഓക്കെ, പൊസിഷൻ ആണ്. ഓക്കെ, ഹാവിങ് വെർബായിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? ഹാസ് വന്നിട്ടുള്ളത്. അപ്പം 3 ടൈപ്പ് വെർബ് ഉണ്ട്. അതിന്റെ ഈ വെർബിന്റെ യൂസിനെ അല്ലെങ്കിൽ അതിന്റെ പെർഫോം ചെയ്യുന്ന ആ ഒരു യൂസിനെ ബേസ് ചെയ്തിട്ട് വെർബിനെ 3 തിരിച്ചിട്ടുണ്ട്. ആക്ഷൻ വെർബ്, ബീയിങ് വെർബ് ആൻഡ് ഹാവിങ് വെർബ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. യൂസ് ഓഫ് വെർബിനെ ബേസ് ചെയ്തിട്ട് 3 തിരിച്ചു. ദാറ്റ് ഈസ് ഡൂയിങ് വെർബ്, ബീയിങ് വെർബ്, ഹാവിങ് വെർബ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് വെർബ്. ഓക്കെ, നമ്മളപ്പോ യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ആ 3 ടൈപ്സ് തിരിച്ചിട്ടുണ്ടായിരുന്നത്. ഡൂയിങ്ങും ബീയിങ്ങും ഹാവിങ് നമ്മൾ അതിന്റെ യൂസിനെ ബേസ് ചെയ്തിട്ടാണ് തിരിച്ചത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് വെർബ്, വെർബിന്റെ ടൈപ്പ്. നമ്മൾ നൗണ് പഠിച്ചപ്പോൾ ടൈപ്സ് ഓഫ് നൗണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രൊനൗൺ പഠിച്ചപ്പോൾ ടൈപ്സ് ഓഫ് പ്രൊനൗൺ, അഡ്ജക്റ്റീവ് പഠിച്ചപ്പോൾ ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ടൈപ്സ് ഓഫ് വെർബുകളും ഉണ്ട്. ഓക്കെ, ക്രിയകളെ നമുക്ക് എന്ത് ചെയ്യാം? ടൈപ്സ് തിരിക്കാം. ഓക്കെ, ഫൈനൈറ്റ് വെർബ്സ് ആൻഡ് നോൺ ഫൈനൈറ്റ് വെർബ്സ്. ഓക്കെ, മെയിൻ ആയിട്ട് വെർബ്സിനെ ഡിവൈഡഡ് ഇൻടു എത്രയാണ്? ഡിവൈഡ് ഇൻടു 2 ആണ്. ഫൈനൈറ്റ് വെർബ്സ് ആൻഡ് നോൺ ഫൈനൈറ്റ് വെർബ്സ്. ഓക്കെ, ഇനി ഇതിൽ ഒരുപാട് പാർട്ടുകളായിട്ട് വീണ്ടും തിരിക്കുന്നുണ്ട്. മെയിൻലി എന്താണ്? ഫൈനൈറ്റ് വെർബ്സ് ആൻഡ് നോൺ ഫൈനൈറ്റ് വെർബ്സ്. ദെൻ ഫൈനൈറ്റ് വെർബ്സ്. എന്താണ് ഫൈനൈറ്റ് വെർബ്സ്? ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ പാർട്ടിലോട്ട് കിടക്കാം. അതിനെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്പിംഗ് വെർബ്സ്, ഇതാ ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ പേര് കേട്ട പോലെ വരുന്നുണ്ട് അല്ലെ. ഹെൽപ്പിംഗ് വെർബ്സ് ആണ്. ദെൻ ലിങ്കിങ് വെർബ്സ് ഉണ്ട്. ദെൻ ആക്ഷൻ ആൻഡ് മെയിൻ വെർബ്സ് ഉണ്ട്. ഓക്കെ, ആക്ഷൻ ആൻഡ് മെയിൻ വെർബ്സ് ഇത്രയും 3 വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഫൈനൈറ്റ് വെർബ്സിന് തിരിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് നോൺ ഫൈനൽ വെർബ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ജെറണ്ട്, ഇൻഫിനിറ്റി, പാർട്ടിസിപ്പിൾ. ഓക്കെ, ജെറണ്ട്, ഇൻഫിനിറ്റി, പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് 3 വീണ്ടും തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ചെയ്യണം? ഇങ്ങനെ ഫൈനൽ വെർബ്സ് ആൻഡ് നോൺ ഫൈനൽ വെർബ്സ് അതിനെ ഡിവൈഡ് ചെയ്ത് വീണ്ടും അങ്ങനെ ഷോർട്ട് നോട്ട് എഴുതി തന്നെ വെക്കണം കേട്ടോ. ഓക്കെ, ദെൻ ഹെൽപ്പിംഗ് വെർബ്സ് ഓർ ഓക്സിലറി വെർബ്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഹെൽപ്പിംഗ് വെർബ്സ് ഉണ്ടല്ലോ, ഫൈനൽ വെർബ്സിലെ ഹെൽപ്പിംഗ് വെർബിനെ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഫൈനൽ വെർബ്സിലെ ഹെൽപ്പിംഗ് വെർബ്സിന് ഓക്സിലറി വെർബ്സ് എന്നൊരു പേരും കൂടെ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഡിവൈഡ് ചെയ്യാം. അഗെയിൻ ഡിവൈഡ് ഇൻടു 2 ആണ്. ഓക്കെ, ഏതൊക്കെയാണ്? പ്രൈമറി ഓക്സിലറി വെർബ്സ് ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്. ഓക്കെ, പ്രൈമറി ഓക്സിലറി വെർബ്സും മോഡൽ ഓക്സിലറി വെർബ്സും എന്നും വീണ്ടും 2 തിരിക്കാം. ഓക്കെ, ദെൻ മെയിൻ വെർബ്, ആക്ഷൻ വെർബ്. ഓക്കെ, പിന്നീട് നമ്മൾ അതിൽ ഏതൊരു വെർബ് കണ്ടിട്ടുണ്ടായിരുന്നു? മെയിൻ വെർബ്, ആക്ഷൻ വെർബ് എന്ന് പറഞ്ഞിട്ടൊരു വെർബ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ഹെൽപ്പിംഗ് വെർബിനും ലിങ്കിങ് വെർബിനും ശേഷം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു മെയിൻ വെർബ് ആൻഡ് ആക്ഷൻ വെർബ് ഉണ്ടായിരുന്നു അല്ലെ. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഡിവൈഡ് ചെയ്യാം. റെഗുലർ ഓർ ഇറഗുലർ വെർബ്സ്, ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ്, കോസറ്റീവ് വെർബ്, ഫാക്റ്ററ്റീവ് വെർബ്, ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റീവ് വെർബ്. ഓക്കെ, ഇത്രയും വെർബാണ് ഉള്ളത്. ഓരോ വെർബിനെയും കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം?
വിശദമായിട്ട് തന്നെ അറിയണം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഈസും ആമും മാറും ഹാസും ഹാവും ഹാഡും അതുപോലെ പ്ലേ ഈറ്റ് എന്നൊക്കെയാണ്. പക്ഷെ ഇവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചില പേരുകൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആ പേരുകളിലൂടെയാണ്, ആ പേരുകളാണ് നമുക്ക് അറിയേണ്ടത്. ഇത് എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ് അവരെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പല വെർബുകളും അല്ലെ. പക്ഷെ ഈ വെർബുകളൊക്കെ എവിടെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ടൈപ്സ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഈ വെർബിന്റെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, then final verbs. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ വെർബ് എന്താന്ന് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ നമ്മുടെ ടൈപ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, എല്ലാ ടൈപ്സും കറക്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പറയാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി അതിന്റെ കൂടുതൽ ക്ലാരിഫിക്കേഷനിലോട്ട് പോകാം. ഓക്കെ, then final verbs. Verbs that change according to the subject in the sentence called finite verbs. എന്താണ് ഇതാ, നമ്മുടെ ഒരു സെന്റൻസിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. എന്തുണ്ടാവും, സബ്ജക്റ്റ് ഉണ്ടാവാറുണ്ടല്ലേ. സബ്ജക്റ്റ് എവിടെ ഉണ്ടാവാറുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ, എവിടെ സബ്ജക്റ്റ് ഉണ്ടാവുക, ഒരു സെന്റൻസിന്റെ ഫസ്റ്റ് ആയിരിക്കും അല്ലെ, ചെയ്യുന്ന വ്യക്തി നൗണോ പ്രൊണോണോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും എന്ത്, സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ചേഞ്ച് ആവാണ് ആര്, ഈ വെർബ്സ്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട്, സബ്ജക്റ്റ് ആരാണോ അതിനെ ബേസ് ചെയ്തിട്ട് ചേഞ്ച് ആവുന്ന വെർബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ചേഞ്ച് ആവുന്ന വെർബിനെ നമ്മൾ എന്ത് പറയുന്നു, ഫൈനൈറ്റ് വെർബ് എന്ന് പറയുന്നു. ഓക്കെ, it shows the agreement with a subject. അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, സബ്ജക്റ്റ് ആയിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. and changes as per the tenses. അതുപോലെ തന്നെ എന്താണ്, അതിൽ വരുന്ന ടെൻസിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഏത് ടെൻസ് ആണ് എന്നുള്ള ആ സെന്റൻസിനെ ബേസ് ചെയ്തിട്ടും എന്ത് സംഭവിക്കും, ആ പറഞ്ഞ വെർബിന് മാറ്റം വരും. അപ്പൊ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് മാറുന്ന വെർബിനാണ് എന്ത് പറയുന്നത്, ഫൈനൈറ്റ് വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി അതിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, വെറുതെ അങ്ങ് പോയി ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, അതിന് കുറച്ച് നിയമങ്ങളുണ്ട്. നോക്കാം. ഫൈനൈറ്റ് വെർബ് ചേഞ്ചസ് വിത്ത് റൂൾസ്. ഫൈനൈറ്റ് വെർബ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് റൂൾസിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. നോക്കാം. ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് ദ സബ്ജക്ട്. സബ്ജക്റ്റിന്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സബ്ജക്റ്റിനെ എങ്ങനെയാ തിരിക്കുക, എങ്ങനെയാണ്, സബ്ജക്റ്റ് നൗൺ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഒന്ന് പറഞ്ഞേ. നൗണിന് നമ്പറിനെ ബേസ് ചെയ്ത് നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ തിരിച്ചിട്ടാണ്, നിങ്ങളൊന്ന് പറഞ്ഞു എത്ര പേർക്ക് ആൻസർ ഓർമ്മയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നൗണിനെ നമ്പറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തത്, ആ സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. നൗൺ ആണല്ലോ സബ്ജക്റ്റ് ആയിട്ട് വരാറ്. പറഞ്ഞു, നൗണിനെ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് നമ്പറിനെ ബേസ് ചെയ്തിട്ട് സബ്ജക്റ്റിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും. യെസ്, എന്താണ് ആൻസർ, സിംഗുലർ പ്ലൂറൽ അല്ലെ, സിമ്പിൾ ആണ് അല്ലെ. സബ്ജക്റ്റ് സിംഗുലർ ഒന്നാണെങ്കിൽ സിംഗുലർ എന്നും, ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്താണ്, പ്ലൂറൽ എന്നുമാണ്. ഓക്കെ, ദെൻ പേഴ്സൺ ഓഫ് ദ പ്രൊണോൺ. പ്രൊണോണിന്റെ പേഴ്സൺ ഓഫ് ദ പ്രൊണോൺ. ഇത് ആ വാക്കിൽ നിന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ, പ്രൊണോണിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള്. പ്രൊണോണിന്റെ ക്ലാസ്സിലോട്ടൊന്ന് തിരിച്ചു പോയ, പെട്ടെന്നൊന്ന് ഓർത്തു പോയ. ഇവിടെ നൗണിന്റെ ക്ലാസ്സിലോട്ടാണ് പോയത്, ഇവിടെ ഏത് ക്ലാസ്സിലോട്ട് പോകണം, പ്രൊണോണിന്റെ ക്ലാസ്സിലോട്ട് പോകണം. അതാണ് ഞാൻ പറയുന്നത്, നൗണും പ്രൊണോണും അഡ്ജക്റ്റീവ്സും ഒക്കെ കണ്ടതിന് ശേഷം മാത്രം വെർബിന്റെ ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൊണോണിലൊക്കെ തിരിച്ചു പോയപ്പോ അവിടെ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രൊണോണിൽ നമ്മൾ ഫസ്റ്റ് എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ അല്ലെ. ഞാൻ എന്ന് പറയുന്ന ഞാൻ അല്ലെങ്കിൽ വി എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ, യു എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സൺ, ഹി ഷീ ഇറ്റ് ദേ എന്ന് പറയുന്ന തേർഡ് പേഴ്സൺ അല്ലെ. അതാണ് പേഴ്സൺ ഓഫ് ദ പ്രൊണോൺ. ഇതിനെ ബേസ് ചെയ്തിട്ടും എന്ത് മാറും, ഫൈനൈറ്റ് വെർബ്സ് ചേഞ്ച് ചെയ്യും. ഓക്കെ, ദെൻ ടെൻസ് ഓഫ് ദ സെന്റൻസ്. ടെൻസുകൾ ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞ്. ടെൻസുകൾ ഏതൊക്കെയാണ്, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഓക്കെ, നമ്മൾ ടെൻസ് വിശദമായിട്ട് ക്ലാസ് എടുത്തതാണ്, ക്ലാസ് പറഞ്ഞതാണ്. അപ്പൊ ഈ 3 ടെൻസിനെയും ബേസ് ചെയ്തിട്ട് എന്ത് മാറും, ആര് മാറും, ഫൈനൈറ്റ് വെർബ് ചേഞ്ച് ആവും. ഓക്കെ, സബ്ജക്റ്റിന്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ട്, പേഴ്സൺസ് ഓഫ് ദ പ്രൊണോണിനെ ബേസ് ചെയ്തിട്ട്, ടെൻസസ് ഓഫ് ദ സെന്റൻസിനെ ബേസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും മക്കളെ, ചേഞ്ച് ആവും. ഓക്കെ, ഇനി നമുക്ക് ആ ചേഞ്ചുകളൊക്കെ എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ നമ്പർ ഓഫ് ദ സബ്ജക്ട്. സബ്ജക്റ്റിന്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും, സിംഗുലർ എന്നും പ്ലൂറൽ എന്നും ഡിവൈഡ് ചെയ്യും അല്ലെ. ഒന്നാണെങ്കിൽ, വസ്തു ഒന്നാണെങ്കിൽ, വ്യക്തി ഒന്നാണെങ്കിൽ, ഒബ്ജക്റ്റ് ഒന്നാണെങ്കിൽ എന്താണ്, സിംഗുലർ ആണ് അല്ലെ. ആ സബ്ജക്റ്റ് ഒന്നാണെങ്കിൽ ആ നൗൺ എന്താണ്, സിംഗുലർ ആണ്. ഓക്കെ, നൗൺ ഒന്നാണെങ്കിൽ സിംഗുലർ, അത് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പ്ലൂറൽ. നമുക്ക് എക്സാമ്പിൾ നോക്കാം, അത് സിമ്പിൾ ആയിട്ട് നോക്കാം. The flower is beautiful അല്ലെ. The flower is beautiful. ഫ്ലവർ അല്ലേ മക്കളെ, നോക്കി, ഫ്ലവർ എന്താണ്, ഒന്നാണ് അല്ലെ, സിംഗുലർ ആണ്. സിംഗുലർ ആയി മാറിയപ്പോ ഇവിടെ എന്ത് വന്നു, ഇതാ ഈ ഫൈനൈറ്റ് വെർബ് എന്തായി മാറി, സിംഗുലർ ആയി.
നിങ്ങൾ എപ്പോ പഠിച്ചിട്ടുണ്ട്? ഇത് എവിടെ പഠിച്ചിട്ടുണ്ട്? പ്രസന്റ് കണ്ടിന്യൂസിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഈസ് സിംഗുലറിന്റെ കൂടെയാണ് യൂസ് ചെയ്യാന്ന്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഫൈനൈറ്റ് വെർബ് ഈസ് എന്ന് പറയുന്ന ഈ ഫൈനൈറ്റ് വെർബ് ഇവിടെ സബ്ജക്ട് സിംഗുലർ ആയപ്പോൾ എന്തായി? ഈസ്. ഓക്കെ, ദെൻ സബ്ജക്ട് പ്ലൂറൽ ആവുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഫൈനൈറ്റ് വെർബ് എന്താവാണ്? ആറാവാണ്. ഓക്കെ, അപ്പോ സബ്ജക്റ്റിന്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഈസും ആമും ആറൊക്കെ എന്താവും? ഈസ് ആറാവും. ഓക്കെ, നമ്പറിനെ ബേസ് ചെയ്തിട്ട് സിംഗുലറും പ്ലൂറലിനെയും ബേസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഈസ് ആറാവും, വാസ് എന്താവും? വേറാവും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ പേഴ്സൺ ഓഫ് ദ പ്രൊനൗൺ. തൊട്ട് മുമ്പ് പറഞ്ഞു പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. എന്താണ്? ഫസ്റ്റ് പേഴ്സൺ ഐ, വി, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ്, ദാറ്റ്. ഓക്കെ, ക്ലിയർ ആണ് അല്ലെ? ദം എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അപ്പോ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വരുന്ന മാറ്റാണ്. നോക്കാം. I do exercise every day. എന്താണ്? I do exercise every day. ഇവിടെ നോക്കി, ഇവിടെ എന്താണ് ഈ കാണുന്നത്? I ആണ്. ഓക്കെ, I ആരാണ് മക്കളെ പറഞ്ഞ്? I എന്താണ്? ഫസ്റ്റ് പേഴ്സൺ ആണ് അല്ലെ? I എന്താണ്? ഫസ്റ്റ് പേഴ്സൺ ആണ് I അവിടെ ഫസ്റ്റ് പേഴ്സൺ വന്നപ്പോ എന്താ സംഭവിച്ചത്? എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഒന്ന് പറഞ്ഞേ. ഡു ആയി അല്ലെ? ഫസ്റ്റ് പേഴ്സൺ വന്നപ്പോ എന്തായി? ഡു ആയി. ദെൻ ഷീ ഡസ് എക്സസൈസ് എവറി ഡേ. ഷീ എന്താണെന്നൊന്ന് പറഞ്ഞേ. ഇവിടെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഷീ എന്താണ്? തേർഡ് പേഴ്സൺ ആണ് അല്ലെ? തേർഡ് പേഴ്സൺ വന്നപ്പോ വീണ്ടും ആര് മാറി? ഫൈനൈറ്റ് വെർബ് മാറി. ഓക്കെ, ഡു, ഡസ്, ഡിഡ് എന്ന് പറയുന്ന ഫൈനൈറ്റ് വെർബ് എന്തായി? ചേഞ്ച് ആയി. ഓക്കെ, ദെൻ അപ്പോ ഈ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നതിന് ബേസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട് മക്കളെ? നമ്മൾ ടെൻസും ഒരുപാട് ടെൻസിന്റെ പാട്ടിലൊക്കെ ശരിക്കും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലെ? എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒക്കെ മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതാ ഈ പറഞ്ഞ വെർബിന് ചേഞ്ച് വരുന്നുണ്ട്. അങ്ങനെ ചേഞ്ച് വരുന്ന വെർബിന് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കാം? ഫൈനൽ വെർബ്സ് എന്ന് പറയാം. ഓക്കെ, ദെൻ ടെൻസസ് ഓഫ് ദ സെന്റൻസ്. ഓക്കെ, ടെൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ടെൻസിന്റെ പാർട്ടിലോട്ട് കിടക്കേ വേണ്ട, കാരണം നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവും? ടെൻസിന്റെ ക്ലാസ് കണ്ടിട്ട് അതിന്റെ ഷോർട്ട് നോട്ട് ഉണ്ടാവും അല്ലെ? സോ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, 3 ടെൻസും ഉണ്ടല്ലേ? ഈ 3 ടെൻസിനെ ബേസ് ചെയ്തിട്ടും ആര് ചേഞ്ച് ആവും മക്കളെ? ഒന്ന് പറഞ്ഞേ. ഇതാ ഈ കാണുന്ന ആക്ഷൻ വേർഡ് ചേഞ്ച് ആവും. ഓക്കെ, അല്ലെങ്കിൽ ഈ കാണുന്ന വെർബ് ചേഞ്ച് ആവും. നോക്കാം. ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ. എന്താണത്? പ്രസന്റ് അല്ലേ? എവറി ഡേ ആണ് അല്ലെ? എവറി ഡേ എന്നൊക്കെ പറഞ്ഞ് എന്താണ്? പ്രസന്റ് ആണ് അല്ലെ? പ്രസന്റ് ഫോം ആണ് എവറി ഡേ എന്നൊക്കെ പറയുമ്പോ അല്ലെ? സോ ഇവിടെ എന്തായി? പ്ലേ ആയി. ഓക്കെ, ദെൻ ഐ പ്ലേഡ് ഫുട്ബോൾ എവറി ഡേ. ഇവിടെ എന്താണ്? പ്ലേഡ് ആണ്. പ്ലേഡ് ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ പ്ലേഡ് വന്നത്? ഇത് പാസ്റ്റ് ആണ്. ഓക്കെ, പാസ്റ്റ് ആയപ്പോ എന്തായി? പ്ലേഡ് ആയി അല്ലെ? അപ്പൊ ടെൻസിന് ബേസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ആക്ഷൻ വേർഡ് മാറും. ഓക്കെ, അത് നമുക്ക് ടെൻസുകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിയുന്നതാണ്. എന്ത്? വെർബുകൾക്കൊക്കെ വരുന്ന മാറ്റം. ആ വെർബുകൾക്ക് ടെൻസിന്റെ സമയത്ത് നമ്മൾ വരുന്ന മാറ്റം ഉണ്ടല്ലോ, ആ വെർബിനെ എന്ത് വിളിക്കാം നമുക്ക്? അത് നമ്മൾ അവിടെ പഠിച്ചെങ്കിലും ഇവിടെ വരുമ്പോ ആ വെർബിന് ഒരു പേരിടാം. ഫൈനൽ വെർബ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ അപ്പൊ ഫൈനൽ വെർബ്സ് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഫൈനൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ചേഞ്ച് ആവണം. ഓക്കെ, സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ചേഞ്ച് ആവുന്നതിനാണ് നമ്മൾ ഫൈനൽ വെർബ് എന്ന് പറയുന്നത്. സബ്ജക്റ്റിന്റെ നമ്പറിനെ ബേസ് ചെയ്ത്, പ്രൊണൗണിന്റെ പേഴ്സണിനെ ബേസ് ചെയ്തും, അതുപോലെ ടെൻസിനെ ബേസ് ചെയ്ത് എന്താവും? ഫൈനൽ വെർബ്സ് മാറും. ഓക്കെ, 3 കാര്യങ്ങളാണ്, 3 റൂളാണ്. പഠിച്ചു വെക്കുക, എഴുതി വെക്കുക, അതിനോരോ എക്സാമ്പിളും എഴുതി വെക്കുക കേട്ടോ. ദെൻ നോൺ ഫൈനൽ വെർബ്സ്. ഓക്കെ, എന്തായാലും നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായിരിക്കും നമ്മൾ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ്? അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സ്വാഭാവികമായിട്ട്. ഇത് നോക്കാം. നോൺ ഫൈനൽ വെർബ്സ് ഡു നോട്ട് ഹാവ് എനി എഗ്രിമെന്റ് വിത്ത് സബ്ജക്ട്. സബ്ജക്റ്റ് ആയിട്ട് ഇതിന് ഒരു ബന്ധമല്ല, ഒരു എഗ്രിമെന്റും ആരുമായിട്ടില്ല, സബ്ജക്റ്റ് ആയിട്ടില്ല. ഓക്കെ, സബ്ജക്റ്റ് ആയിട്ട് എഗ്രിമെന്റ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും സംഭവിക്കുക? സോ ദീസ് വെർബ്സ് ആർ ഡു നോട്ട് ചേഞ്ച് according to the subject in the sentence. ഓക്കെ, എന്താണ്? സെന്റൻസിലെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ആ വെർബിന് ഒരു മാറ്റവും വരില്ല. കാരണം സബ്ജക്റ്റുമായിട്ട് ഇതിനൊരു എഗ്രിമെന്റും ഇല്ല. ഓക്കെ, ഫൈനൽ വെർബ്സിലെ പോലെ എല്ലാ സബ്ജക്റ്റുമായിട്ട് എന്താണ്? ഇതിന് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഈ വെർബിന് എന്താണ്? ഒരു മാറ്റവും വരാൻ പോകുന്നില്ല.
എന്തോ ആവട്ടെ, സബ്ജക്ട് സിംഗുലറോ പ്ലൂരലോ ഏത് ടെൻസോ എന്തോ ആവട്ടെ, സബ്ജക്ട് സിംഗുലർ പ്ലൂരൽ എന്തോ ആവട്ടെ, എന്ത് ചേഞ്ച് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ, ഇവിടെ അത് എന്താണ് ഒരു വിഷയമല്ല. ഫൈനൽ വെർബ്സ് എന്താണ് സ്ട്രോങ് ആണ്, ഒരു മാറ്റവും അതിനെന്ത് സംഭവിക്കുന്നില്ല, വരുന്നില്ല. ഓക്കെ, ദെൻ എക്സാമ്പിൾ നോക്കാം. I found the ATM at a walking distance. എന്താണ്? I found the ATM at a walking distance. ഇവിടെ എന്താണ്? ഇവിടെ I ആണെന്ന് പറഞ്ഞു. ഇവിടെ I ആരാണ്? I എന്താണ് മക്കളെ? I ഒന്ന് പറഞ്ഞേ. I എന്താണ്? ഫസ്റ്റ് പേഴ്സൺ ആണ്. I എന്താണ്? ഫസ്റ്റ് പേഴ്സൺ ആണ്. ഓക്കെ, then found എന്താണ്? ഒന്ന് പറഞ്ഞേ. ഇവിടെ ടെൻസ് ഇതാ മാറിയിരിക്കുന്നത്, ടെൻസ് മാറി. ഓക്കെ, പാസ്റ്റ് ആയി. ഓക്കെ, then പക്ഷെ ഇവിടെ ഒരാളെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്യണം. ഇതെന്താണ്? വാക്കിംഗ് ആണ് അല്ലെ. ഐ ഫൗണ്ട് ATM at a walking distance. വാക്കിംഗ് ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തു, ഒരു ATM കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കാം. അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ ഫസ്റ്റ് പേഴ്സൺ വന്നു, ദെൻ ഇവിടെ ഒരു ഫാസ്റ്റ് ആണ് വന്നത്. ഓക്കെ, ദെൻ പാസ്റ്റ് ഫോം അവിടെ വന്നു, പാസ്റ്റ് ടെൻസും വന്നു. ഇനി നമുക്ക് അടുത്തതിലോട്ട് നോക്കിയിട്ട് വേണം അതിന്റെ ആൻസർ ക്ലാരിഫിക്കേഷൻ തരാം. ഇവിടെ എന്ത് വന്നു, ഇവിടെ എന്ത് വന്നു, ഹി ആണ്. ഹി എന്താ മക്കളെ ഒന്ന് പറഞ്ഞേ. ഹി എന്താണ്? ഹി തേർഡ് പേഴ്സൺ ആണ് അല്ലെ. ഇതൊക്കെ പെട്ടെന്ന് പറയണം. എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആൻസർ വരണം. എന്താണ്? ഹി തേർഡ് പേഴ്സൺ ആണ്. ദെൻ ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം, വില്ല് കാണാം. അപ്പൊ അത് എന്താണ് മക്കളെ ഒന്ന് പറഞ്ഞേ. ഫ്യൂച്ചർ ആണ്. എന്താണ്? ഫ്യൂച്ചർ ആണ് അല്ലെ. അപ്പൊ ഇവിടെ തേർഡ് പേഴ്സണും ഇവിടെ ഫ്യൂച്ചറും ആണ് വന്നത്. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ വന്നു, പാസ്റ്റ് വന്നു. പക്ഷെ ഇവിടെ ഒരു കുലുങ്ങുന്നില്ല, ആൾക്കൊരു മാറ്റവും ഇല്ല. ഇവിടെ ഫസ്റ്റ് പേഴ്സൺ വരുമോ, സെക്കൻഡ് പേഴ്സൺ വരുമോ, ഇവിടെ സബ്ജക്ട് മാറുമോ, മാറാതിരിക്കുവോ, അത് ഇവിടെ ആൾക്കൊരു വിഷയമുള്ള കാര്യമല്ല. അവിടെ നോൺ ഫൈനൽ വെർബ്സ് ഇവിടെ എന്ത് ചെയ്യും, ഒരു മാറ്റവും വരുന്നില്ല. ഓക്കെ, സോ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ പാസ്റ്റോ നമ്പേഴ്സോ എന്ത് വേണമെങ്കിലും ചേഞ്ച് ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ ആർക്കൊരു മാറ്റം വരില്ല. ഈ കാണുന്ന ഫൈനൽ വെർബ്സിന് ഒരു മാറ്റവും വരുന്നില്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഇവിടെ ചേഞ്ച് ആവുന്നുണ്ട്. ഈ ഭാഗത്ത് എന്ത് വരുന്നുണ്ട്, ടെൻസ് മാറുന്നുണ്ട്, ഫസ്റ്റ് പേഴ്സൺ മാറുന്നുണ്ട്, സെക്കൻഡ് പേഴ്സൺ മാറുന്നുണ്ട്, സിംഗുലർ പ്ലൂറൽ ആവുന്നുണ്ട്. പക്ഷെ എന്ത് മാറുന്നില്ല, ഫൈനൽ വെർബ്സ് നോൺ ഫൈനൽ വെർബ്സ് എന്ത് ചെയ്യുന്നില്ല, ഒരു ചേഞ്ചും വരുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? then non-final verbs. Okay, the functions are okay. ഇതിന്റെ ഒരു യൂസ് എന്താന്നുള്ളതാണ്. ഓക്കെ, ഇതിന്റെ യൂസ് എവിടെയാണ് വരുന്നത്, ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, നൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോൺ ഫൈനൽ ചേഞ്ച് വരാത്തവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോൺ ഫൈനൽ വെർബ്സ്. ഓക്കെ, ഇനി ഇത് എവിടേക്ക് യൂസ് ചെയ്യുന്നത്, നൗൺ ആയിട്ട് യൂസ് ചെയ്യും. ചില സമയങ്ങളിൽ ഇത് അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യും, ചില സമയങ്ങളിൽ ഇത് അഡ്വർബ് ആയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ നൗൺ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴും അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴും അഡ്വർബ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴും ഇതിന് ഒരു പേര് വരും. ഓക്കെ, ആ പേര് ഞാൻ നോൺ ഫൈനൽ വെർബ്സിനെ ഡിവൈഡ് ചെയ്തപ്പോ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ, നൗണിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, നോൺ ഫൈനൈറ്റ് വെർബ് ആസ് നൗൺ. ഇനി ഇവിടെ നൗണിന്റെ സ്ഥാനത്ത് നോൺ ഫൈനൈറ്റ് വെർബ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നോക്കാം. In non-final verbs that function as a noun is known as gerund. Okay, ഇപ്പോഴാണ് എന്ത് മനസ്സിലായത്, നോൺ ഫൈനൽ വെർബ്സിന് നമ്മൾ gerund എന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. gerund എന്താണ്, gerund ആണ്. ഓക്കെ, അപ്പൊ നൗണിന്റെ സ്ഥാനത്ത് നോൺ ഫൈനൽ വെർബ് വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കണം, gerund എന്ന് വിളിക്കണം. എക്സാമ്പിൾ നോക്കാം. ഡാൻസിങ് ഈസ് മൈ ഹോബി. ഡാൻസിങ് ഈസ് മൈ ഹോബി. ഇവിടെ സബ്ജക്റ്റ് ആരാണെന്ന് നോക്കിയത്, ആരാണ് ഈ സബ്ജക്റ്റ് ഒന്ന് പറഞ്ഞേ. ആരാണ്, നോൺ ഫൈനൽ വെർബാണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നോക്കാം. വെർബായിട്ടോ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തോ ഒന്നല്ല വന്നിരിക്കുന്നത്, സബ്ജക്റ്റ് ആണ്. ഡാൻസിങ് ഈസ് മൈ ഹോബി. എന്താണ്, എന്റെ ഹോബിയാണ് എന്ത്, ഡാൻസിങ്. ദെൻ ഫ്ലൈയിങ് കൈറ്റ് ഈസ് ഫൺ. എന്താണ്, ഫ്ലൈയിങ് കൈറ്റ് ഈസ് ഫൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ പെയിന്റിംഗ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ഹോബി. എന്താണ്, പെയിന്റിംഗ് എന്താണ്, ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എന്താണ്, ഹോബിയാണ്. ദെൻ റൈറ്റിംഗ് ഈസ് മൈ ഹോബി. ഇത്രയും എന്താണ്, നൗണിന്റെ. ഓക്കെ, ഇത്രയും എവിടെയാണ് വന്നിട്ടുള്ളത്, നൗണിന്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത് അല്ലെ. ഇതൊക്കെ നൗണാണ് സബ്ജക്റ്റ് അല്ലെ. ഒരു സബ്ജക്റ്റിന്റെ സ്ഥാനത്ത്, ഒരു നൗണിന്റെ സ്ഥാനത്താണ് എന്ത് വന്നിട്ടുള്ളത്, ഈ പറഞ്ഞ gerund വന്നിട്ടുള്ളത്. gerund എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വെർബിന്റെ ing ഫോം എന്നാണ് gerundനെ നമ്മൾ പറയുന്നത് കേട്ടോ.
ഓക്കെ, അങ്ങനെയും പറയും. ING ഫോം എന്ന് ജെറണ്ടിന് പറയാറുണ്ട്. ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാം ഡാൻസിങ്, ഫ്ലൈയിങ്, പെയിന്റിങ്, റൈറ്റിംഗ് അല്ലെ, ഒക്കെ ING ആണ്. ഓക്കെ, സോ നോൺ ഫൈനൈറ്റ് വെർബ്സ് നൗണിന്റെ സ്ഥാനത്ത് യൂസ് ചെയ്യുമ്പോൾ അതിന് ജെറണ്ട് എന്ന് പറയും. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഡാൻസിങ് ഈസ് മൈ ഹോബി. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. Then non-finite verb as an adjective. എന്താണ്? adjective ആണ്. എന്താണ് ഈ adjective എന്ന് പറഞ്ഞാൽ? നൗണിനെയോ പ്രോണൗണിനെയോ വിശേഷിപ്പിക്കുന്നതിനാണ് അല്ലെ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ, തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചിരുന്നു? ആഡ്ജക്റ്റീവ് എന്താന്ന് പഠിച്ചു. നൗണിനെയോ പ്രോണൗണിനെയോ നൗണിനെയോ പ്രോണൗണിനെയോ എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അതിനൊക്കെ ഒന്നും കൂടെ എന്ത് ചെയ്യണം? ഒന്ന് ഭംഗി കൂട്ടാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ആഡ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് നോൺ ഫൈനൈറ്റ് വെർബ് യൂസ് ചെയ്യുന്നത് നോക്കാം. A non-finite verb that function as an adjective is known as participle. ഓക്കെ, എന്താണ് പാർട്ടിസിപ്പിൾ എന്നാണ് എന്ത് പറയാ? മറ്റേത് ജെറണ്ട് ആയിരുന്നു. ഓക്കെ, നോൺ ഫൈനൈറ്റ് വെർബിന്റെ ഫസ്റ്റ് ടൈപ്പ് ആയിരുന്നു ജെറണ്ട്. ദെൻ സെക്കൻഡ് ടൈപ്പ് എന്താണ്? പാർട്ടിസിപ്പിൾ ആണ്. അത് എപ്പോഴാണ് അങ്ങനെ വരുന്നത്? അഡ്ജക്റ്റീവിന്റെ സ്ഥാനത്ത് അഡ്ജക്റ്റീവായിട്ട് ഈ പറഞ്ഞ വെർബ് യൂസ് ചെയ്യുമ്പോഴാണ് വരുന്നത്. നോക്കാം, നമുക്ക് വിശേഷിപ്പിക്കുന്ന ഒന്ന് നോക്കാം. He jumped from a running train. എന്താണ്? He jumped from a running train. ഇവിടെ ട്രെയിൻ എന്താണ്? ഇവിടെ ഈ ട്രെയിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ റണ്ണിങ് എന്ത് ചെയ്തിരിക്കുന്നത്? വിശേഷിപ്പിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ റണ്ണിങ് എന്താണ്? അവിടെ ആഡ്ജക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ ദ ഡാൻസിങ് പാരറ്റ് ഓക്കെ എന്റർടൈൻ ദ ക്രൗഡിന് എന്ത് ചെയ്യാണ്? ഡാൻസ് ചെയ്യുന്ന പാരറ്റുകൾ എന്ത് ചെയ്യാണ്? എന്റർടൈൻ ചെയ്യുകയാണ്. ഇവിടെ ആരാണ് മക്കളെ സബ്ജക്റ്റ്? ആരാണ് നൗണ്? പാരറ്റ് ആണ്. അതിനെ ആരാണ് വിശേഷിപ്പിക്കുന്നത്? ഡാൻസിങ് ആണ് അല്ലെ. ഇവിടെ ആരാണ് അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്? ഇതാണ്. ഓക്കെ, ദെൻ ഇവിടെ ഡാൻസിങ് ആണ്. ദെൻ ദ ബ്രോക്കൻ ബോട്ട് വാഷ്ഡ് അപ്പ് ഇൻ ദ ഷോർ. ഓക്കെ, അതിൽ ഇവിടെ ആരാണ് മക്കളെന്ന് നോക്കിയിട്ട് പറഞ്ഞേ? ബ്രോക്കൺ ആണ് അല്ലെ. ഇതെല്ലാം എന്താണ്? നോൺ ഫൈനൈറ്റ് വെർബ്സ് ആണ്. ഇതെന്താണ്? ഇവിടെ എന്താണ് നോൺ ഫൈനൈറ്റ് വെർബ്സ് ചെയ്തിരിക്കുന്നത്? അഡ്ജക്റ്റീവ് ആണ്. എന്താണ്? വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, ആ ടൈമിൽ അതിന് എന്ത് പറയും? പാർട്ടിസിപ്പിൾ എന്നാണ് പറയുന്നത്. എന്താണ്? പാർട്ടിസിപ്പിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നോക്കാം. നോൺ ഫൈനൈറ്റ് വെർബ് ആസ് ആൻ അഡ്വർബ്. ഇനി നോക്കാം. ഇനി നമുക്ക് അഡ്വർബ് ആയിട്ട്. ഓക്കെ, ഇനി അഡ്വർബിന്റെ സ്ഥാനത്ത് നമുക്ക് നോൺ ഫൈനൈറ്റ് വെർബ് യൂസ് ചെയ്യുമ്പോൾ ഒരു അവസ്ഥ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മള് ജെറണ്ട് പാർട്ടിസിപ്പിളും കഴിഞ്ഞ് നേരെ അഡ്വർബിലോട്ട് വന്നിട്ടുണ്ട്. എ നോൺ ഫൈനൈറ്റ് വെർബ് ഈസ് ദാറ്റ് ഫങ്ഷൻ ആസ് an adverb is known as infinitive. ഓക്കെ, എന്താണ് മക്കളെ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞ? ഇൻഫിനിറ്റി എന്ന് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരണം? ടു ഓർമ്മ വരണം അല്ലെ. ടു ഓർമ്മ വരണം. എന്ത്? ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ അഡ്വർബിന്റെ സ്ഥാനത്ത് നോൺ ഫൈനൈറ്റ് വെർബ് യൂസ് ചെയ്യാണ്. നോക്കാം. I like to speak in English. എന്താണ്? I like to speak in English. കാണുന്നുണ്ടോ? എന്താണ്? I like to speak in English. ഇവിടെ എന്താണ്? അഡ്വർബ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്പീക്കിന് തൊട്ട് മുമ്പിൽ എന്ത് കാണുന്നുണ്ട്? ടു കാണുന്നുണ്ട്. ഇൻഫിനിറ്റീവ് ആണ്. ഓക്കെ, ദെൻ I want to play football. എന്താണ്? I want to play football. ഇവിടെ നോൺ ഫൈനൈറ്റ് വെർബ് എന്താണ്? ഇൻഫിനിറ്റീവ് ആണ്. ഓക്കെ, ദെൻ that was a game to watch. എന്താണ്? That was a game to watch. Okay, then they decided to go to Dubai. എന്താണ്? They decided to go to Dubai. She forgot to പോസ്റ്റ് ദ ലെറ്റർ. എന്താണ്? ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ എന്താണ്? മറന്നു. ഓക്കെ, ദെൻ ടു ജംപ് ഈസ് എ ഫൺ ഫോർ മൈ ഫ്രണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാം? നോൺ ഫൈനൈറ്റ് വെർബ് ആസ് ആൻ അഡ്വർബ്. അഡ്വർബ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? നോൺ ഫൈനൈറ്റ് വെർബ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അഡ്വർബ് ആയിട്ട് നോൺ ഫൈനൈറ്റ് വെർബ് യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? അത് ഇൻഫിനിറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുക. അല്ലാതെ സ്പീക്ക് എന്നോ പ്ലേ എന്നോ വാച്ച് എന്നോ എന്നല്ല. അതിന്റെ കൂടെ എന്തായിട്ടാണ് യൂസ് ചെയ്യുക? ഇൻഫിനിറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നോൺ ഫൈനൈറ്റ് വെർബ് അഡ്വർബ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പേരെന്താണ്? അതിനെന്താണ് വിളിക്കുന്നത്? ഇൻഫിനിറ്റീവ് എന്നാണ്. ഐ മീൻ ടു ചേർത്തിട്ട് ടു പ്ലസ് വെർബ്, അതാണ് എന്ത്? ഇൻഫിനിറ്റീവ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ബേസ് ആണ് വെർബിന്റെ ബേസ് മാത്രമാണ് ഇത് കേട്ടോ. വെർബിന്റെ വളരെ ബേസ് ആയിട്ടുള്ള ഒരു ഫോമാണ് എന്ത്? വെർബിനെ രണ്ടായിട്ട് തിരിച്ച് ഫൈനൈറ്റ് ആൻഡ് നോൺ ഫൈനൈറ്റ് എന്ന് തിരിച്ചത്. അതിന്റെ മറ്റ് ക്ലാരിഫിക്കേഷനും ക്ലാസ് എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് കാണുകയും അതുപോലെ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്, ഞാൻ തന്നെ ഇവിടെ മാക്സിമം ഷോർട്ട് നോട്ടാണ്, അതിലും ഷോർട്ട് ആവണം നിങ്ങളുടെ നോട്ട്, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഗ്രാമർ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ കഴിയാം. സോ ക്ലാസ്സുകൾ വീണ്ടും കാണാം. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വെർബുമായിട്ട്, വെർബിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.